ഹാരിത് അത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ സമരം നിങ്ങൾ എല്ലാ തോതിലും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴും ഈ CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. സർക്കാർ ഒരു പരിധിവരെ CBI പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നും തൂക്കിക്കൊല്ലണം എന്നും വെടിവെച്ച് കൊല്ലണമെന്നൊക്കെയുള്ള പ്രസ്താവനകൾ മമതാ ബാനർജിയുടെയും അനന്തരവൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലം വരുന്നുണ്ട്. ഈ പ്രഷറിൻ്റെ പേരിലെങ്കിലും അപ്പോൾ ഇത് തുടരണം, സമ്മർദ്ദം സർക്കാരിനുണ്ടാവണം, നിങ്ങളുടെ പ്രക്ഷോഭം അത്തരത്തിൽ, നിങ്ങളുടെ പ്രതിഷേധം അത്തരത്തിൽ രേഖപ്പെടുത്തണം, നിങ്ങളും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള രീതിയിൽ ആർജവത്തോടെ മുന്നോട്ട് പോവുകയും വേണം അല്ലേ? തീർച്ചയായും കണ്ടുവരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിർമ്മാൺ ഭവനിൽ ആരോഗ്യ മന്ത്രാലയം ആസ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾ പ്രക്ഷോഭം നടത്തുകയും 3000-ഓളം വരുന്ന ഡോക്ടർമാർ, റെസിഡന്റ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, ഡൽഹിയിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യുന്ന സാഹചര്യത്തിലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയിട്ടില്ല. കേവലം ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല, ബ്യൂറോക്രാറ്റ്സുമായിട്ട് ചർച്ച ചെയ്യാനാണ്. 3 റൗണ്ട് ചർച്ചകളും ഞങ്ങൾ ബ്യൂറോക്രാറ്റ്സുമായിട്ട് മാത്രമാണ് ചർച്ച ചെയ്യാൻ പറ്റിയത്. അപ്പോ ഇതിനെ ഞാൻ ഒരു തരത്തിലും പൊളിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പോലും ഇതിലെ രാഷ്ട്രീയം മറക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. എന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പൊളിറ്റിക്കലി സംസാരിക്കാൻ എനിക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അതിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. എന്നിരുന്നാൽ കൂടെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഡോക്ടർമാർ എന്ന് പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 75,000 മെഡിക്കൽ സീറ്റുകൾ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടായി. വളരെ നല്ല കാര്യമാണ്, വെൽക്കമിങ്, ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടെ എടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൂടെ ആ സമയത്ത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യം. കാരണം ഞങ്ങൾ ഒരു കാരണവശാലും ഒരു വോട്ട് ബാങ്ക് അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, സ്വയം ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു. അതായത് ഞങ്ങൾ വളരെ ചെറിയൊരു പോപ്പുലേഷൻ ആണെന്നുള്ളതും ഒരുപക്ഷെ അതായിരിക്കാം കാരണം ഞങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ള, അധികാരികൾ കേൾക്കാത്തതിന്റെ ഒരു കാരണം അതായിരിക്കാം ഒരു പക്ഷേ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക എന്നുള്ളത്. നേരത്തെ ഷൈബു മടത്തിൽ സർ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് പറയാന്നുണ്ടെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനുമായിട്ട് കൂട്ടി വായിക്കരുത് എന്നുള്ളത് ശരിയാണ്. അതിനകത്ത് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത, അതുപോലെ ഭാരതീയ ന്യായ സാഗരിക് സുരക്ഷാ സംഹിത ഒക്കെ വന്നതിലും വളരെ ശക്തമായ നിയമനിർമ്മാണം അതിനകത്ത് ഉണ്ടായെങ്കിൽ പോലെ നമ്മുടെ ഡോക്ടർമാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്ത ഒരു MP ഡോക്ടർ ശശി തരൂരായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈയിൽ പോലും അദ്ദേഹം JP നഡ്ഡ സാറിനോട്, ഹെൽത്ത് മിനിസ്റ്ററിന്റെ അടുത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത്. പക്ഷേ നിയമനിർമ്മാണത്തിലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഈ BNSS-ലും BNS-ലും വന്നിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും, മെഡിക്കൽ നെഗ്ലിജൻസിന് വളരെ പവർഫുൾ ആയിട്ടുള്ള നിയമനിർമ്മാണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മുൻപ് നിലവിലുണ്ടായിരുന്ന കാര്യത്തിനേക്കാൾ ഉപരി ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണ് പോയിട്ടുള്ളത്. ഇതുപോലെ തന്നെയുള്ള സാഹചര്യം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷ, ഡോക്ടർ സൈറ പറഞ്ഞു നിർത്തിയെടുത്തത് ഒരു വാക്കുകൂടെ പറയാന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വർക്ക് പ്ലേസ് വയലൻസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി സ്റ്റാഫോ അല്ലെങ്കിൽ മെയിൽ സ്റ്റാഫോ അവരുടെ വീട് വിട്ട് ജോലി സ്ഥലത്ത് പോയി ജോലി സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന സാഹചര്യം വരെ വർക്ക് പ്ലേസ് തന്നെയാണ്. അതിന് സുരക്ഷ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോ ഇവിടെ വിക്ടിമിന് ഉണ്ടായിട്ടുള്ള സാഹചര്യം കൊൽക്കത്തയില് ഒരു ലേഡി ഡോക്ടർക്കാണ്. ആ സാഹചര്യം ആർക്കും സംഭവിക്കാം. അത് നമ്മൾ ഒരു ലേഡി ഡോക്ടർ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാത്രം ചുരുങ്ങി കാണുമ്പോഴാണ് പ്രശ്നമുള്ളത്. അവരുടെ ജോലി സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആ ജോലി ആർക്കും ഏത് സാഹചര്യത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ സൊസൈറ്റി കാണേണ്ടതും അത് തന്നെയാണ്. നിയമനിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ കാണേണ്ടതും ഡോക്ടർമാരുടെ നിയമം, ഡോക്ടർമാരുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റിഗ്മ അത് പോയി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിലും എല്ലാവരും ഒരു ഹെൽത്ത് കെയർ വർക്കർ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദേവരാജൻ സാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അർദ്ധരാത്രികളിലും ഒരു ഒപ്പീനിയൻ ചോദിച്ചു വാട്സാപ്പ് മെസ്സേജുകൾ വരാറുണ്ട്. ഞങ്ങൾ ആരെയും ഇപ്പോഴും ഇന്നിപ്പോ സ്ട്രൈക്ക് നടക്കുമ്പോഴും നമുക്ക് നിരവധി മെസ്സേജുകൾ പലപ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻസും അല്ലാതെയും റിസൾട്ടുകൾ അയച്ചു തരും. ഞങ്ങൾ ആരുടെടുത്തെങ്കിലും തടസ്സം പറയാറുണ്ടോ? ഈ സമൂഹം നമ്മുടെ ഒപ്പം നിൽക്കണം എന്നുള്ള വളരെ അത്യധികം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ ആയിട്ടല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. പൊതുജനം മനസ്സിലാക്കും, ഞങ്ങളെ കൂടെ ഉണ്ടാവും, അധികാരികൾ കണ്ണു തുറക്കും. അതുപോലെ നീതിന്യായ വ്യവസ്ഥ, മുൻപ് കേരളത്തിലെ ഇപ്പോ ബംഗാളിലും അത് തന്നെ ഉണ്ടായിരുന്നത്. നീതിന്യായ വ്യവസ്ഥ കോർട്ട് തന്നെയാണ്, ഹൈക്കോർട്ട് തന്നെയാണ് ഇടപെട്ടിട്ട് CBIക്ക് കൊടുക്കുകയും നിരവധി കമന്റ്സ് പറയുകയും ചെയ്തത്. അവിടുത്തെ പ്രിൻസിപ്പലിനെ മാറ്റണം, അതുപോലെ തന്നെ ലോങ് ലീവിന്റെയും സസ്പെൻഷന്റെയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കോടതി തന്നെയാണ്. ഞങ്ങൾക്ക് ശക്തമായ വിശ്വാസമുണ്ട് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇലക്ടഡ് ലെജിസ്ലേച്ചേഴ്സിലും മുന്നോട്ട് വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.